DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡ് ഉടമകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് എത്തിയിരിക്കുന്നത്. റേഷൻ കടകൾ വഴി അരി നൽകുന്നതിനു പകരം അതിന്റെ പണം കാർഡ് ഉടമകളുടെ അക്കൗണ്ടുകളിലേക്ക് നൽകി അവർക്കിഷ്ടമുള്ള അരി പൊതുവിപണിയിൽ നിന്നും വാങ്ങുവാൻ അനുവദിക്കുന്നതിനുള്ള നടപടികൾ വരുന്നു. അതോടൊപ്പം റേഷനിംഗ് ഇൻസ്പെക്ടർമാർ കാർഡ് ഉടമകളുടെ വീടുകളിലേക്ക് വരുന്നു. ഇങ്ങനെയുള്ള അറിയിപ്പുകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. വലിയ മാറ്റങ്ങളാണ് 2025 മുതൽ റേഷൻ വിതരണത്തിൽ വരുവാൻ പോകുന്നത്. അതിന്റെ ആദ്യപടിയായി കേന്ദ്ര സർക്കാർ സൗജന്യ റേഷൻ വിതരണം ചെയ്യുന്ന BPL വിഭാഗം AAY മഞ്ഞ റേഷൻ കാർഡുകാർക്കും മുൻഗണനാ വിഭാഗമായ PHH പിങ്ക് റേഷൻ കാർഡുകാർക്കും 2024 മസ്റ്ററിംഗ് നടത്തിയിരുന്നു. 2024 ഡിസംബർ 31 വരെയായിരുന്നു മഞ്ഞ പിങ്ക് കാർഡുകളിലെ അംഗങ്ങൾക്കായുള്ള മസ്റ്ററിംഗ് നടത്തിയത്. എന്നാൽ ഡിസംബർ 31 കഴിഞ്ഞിട്ടും മഞ്ഞ പിങ്ക് കാർഡിലെ 14 ലക്ഷത്തോളം അംഗങ്ങൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരുന്നില്ല. അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മുതൽ മസ്റ്ററിംഗ് നടത്താത്തവർക്ക് റേഷൻ വിഹിതങ്ങൾ നഷ്ടപ്പെടുമെന്ന് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സൂചനയുള്ളതിനാൽ മസ്റ്ററിംഗ് നടത്താത്ത 14 ലക്ഷത്തോളം അംഗങ്ങളെ കണ്ടെത്താൻ പൊതുവിതരണ വകുപ്പ് നടപടി ആരംഭിച്ചു. ഇതിനായി റേഷനിംഗ് ഇൻസ്പെക്ടർമാർ നേരിട്ട് വീടുകളിലെത്തി പരിശോധന നടത്തി മസ്റ്ററിംഗ് ചെയ്യാത്തതിന്റെ ശരിയായ കാരണം കണ്ടെത്തുവാനാണ് വകുപ്പിന്റെ ഉന്നതതല യോഗം തീരുമാനിച്ചിരിക്കുന്നത്. വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്താത്തവർക്ക് നോട്ടീസ് നൽകി മസ്റ്ററിംഗ് നടത്തുവാൻ ആവശ്യപ്പെടും. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണ് മുൻഗണനാ കാർഡ് അംഗങ്ങളായ ഉപഭോക്താക്കളെ തിരിച്ചറിയാൻ EKYC മസ്റ്ററിംഗ് സെപ്റ്റംബർ മുതൽ തീവ്രയജ്ഞം ആരംഭിച്ചത്. ഇരു കാർഡുകളിലുമായി 1.48 കോടി അംഗങ്ങളുള്ളതിൽ 1.34 കോടി പേർ മാത്രമാണ് ഇതുവരെ മസ്റ്ററിംഗ് നടത്തിയത്. ഡിസംബർ 31 വരെയാണ് മസ്റ്ററിംഗിന് സമയം അനുവദിച്ചിരിക്കുന്നതെങ്കിലും ഇപ്പോഴും ഇത് തുടരുന്നുണ്ട്. റേഷൻ കടകളിലെ EPOS യന്ത്രങ്ങളിൽ വിരൽ പതിപ്പിച്ചോ താലൂക്ക് സപ്ലൈ ഓഫീസുകളിലെത്തി ഐറിസ് സ്കാനർ സംവിധാനം വഴിയോ നാഷണൽ ഇൻഫോർമേറ്റിക്സ് സെന്റർ വികസിപ്പിച്ച മേര EKYC എന്ന ഫേസ് ആപ്പ് ഉപയോഗിച്ച് മൊബൈൽ ഫോൺ മുഖേനയോ ആണ് മസ്റ്ററിംഗ് നടത്താവുന്നത്. കിടപ്പ് രോഗികൾക്കും മറ്റും മസ്റ്ററിംഗ് നടത്താൻ പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. മസ്റ്ററിംഗ് നടത്താത്തവർക്ക് റേഷൻ വിതരണം നിർത്താൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. മസ്റ്ററിംഗ് നടത്താത്തവരിൽ വലിയൊരു വിഭാഗം ഇതര സംസ്ഥാനങ്ങളിലോ മറ്റോ പഠിക്കുന്ന വിദ്യാർത്ഥികളും ജോലി ആവശ്യാർത്ഥം വിദേശത്തുള്ളവരുമാണെന്നാണ് വിലയിരുത്തൽ. ഇവരെ NRK വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഇവരുടെ അംഗത്വം തൽക്കാലം മരവിപ്പിച്ചു നിർത്തുകയും നാട്ടിലെത്തുമ്പോൾ മസ്റ്ററിംഗ് നടത്താൻ അനുവദിക്കുകയും ചെയ്യുന്നതാണ്. അതേസമയം മരിച്ചവരും അനർഹരുമായ മഞ്ഞ പിങ്ക് കാർഡുടമകളെ ഒഴിവാക്കി പകരം അർഹരായ പുതിയ അപേക്ഷകരെ ഉൾപ്പെടുത്തുന്ന നടപടികളും നടന്നുവരികയാണ്. ഈയൊരു സാഹചര്യത്തിൽ തന്നെയാണ് റേഷൻ വാങ്ങുന്നവർക്ക് റേഷൻ വിഹിതങ്ങൾ നൽകുന്നതിനു പകരം അതിന്റെ വില കാർഡുടമയുടെ ആധാർ അധിഷ്ഠിതമായ അക്കൗണ്ടിലേക്ക് നൽകുവാൻ കേന്ദ്ര സർക്കാർ പദ്ധതി ആരംഭിക്കുവാൻ പോകുന്നത്. നിലവിൽ മഹാരാഷ്ട്രയിലും പുതുച്ചേരിയിലും തിരഞ്ഞെടുക്കപ്പെട്ട ഇടങ്ങളിൽ പരീക്ഷണാർത്ഥം റേഷൻ വിഹിതങ്ങൾക്ക് പകരം അതിന്റെ പണം അക്കൗണ്ടുകളിലേക്ക് നൽകുന്ന DBT സംവിധാനം ഏതാനും മാസങ്ങളായി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സംവിധാനം പൂർണ്ണതോതിൽ നടപ്പാക്കിയാൽ റേഷൻ കടകൾ തന്നെ ഭാവിയിൽ ഇല്ലാതാകും. മാത്രമല്ല, നിലവിൽ കേന്ദ്ര സർക്കാർ സൗജന്യ റേഷൻ നൽകുന്ന മഞ്ഞ പിങ്ക് കാർഡുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ റേഷൻ വിഹിതങ്ങൾക്ക് പകരം പണം ലഭിക്കുകയുള്ളൂ. മറ്റുള്ള നീലവെള്ള കാർഡുകൾക്ക് റേഷൻ ലഭിക്കാതെ വരികയും ചെയ്യും. അതിനാൽ തന്നെ ഈ പുതിയ സംവിധാനം പൂർണ്ണതോതിൽ നടപ്പാക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഭാഗികമായെങ്കിലും റേഷന് പകരം പണം കൈമാറുന്ന സാഹചര്യം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ പുതിയ അറിയിപ്പുകൾ വരുമ്പോൾ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.